നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ കഴിയും? എന്തുകൊണ്ടാണ് ചിലർ എല്ലാം ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാത്തത്? കാരണം അവരുടെ ഇമോഷൻസ് ആണ്. നമസ്കാരം, ഞാൻ രേഖ പ്രജിത്ത്, സർട്ടിഫൈഡ് ലൈഫ് കോച്ച്, വെൽത്ത് ആൻഡ് അബൻഡൻസ് കോച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ വിഷയം പോലെ തോന്നിയാലും ജീവിതം തന്നെ മാറ്റുന്ന ഒരു സത്യമാണ്. ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. വികാരങ്ങൾ അഥവാ ഇമോഷൻസ് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾക്ക് നോക്കാം. നമ്മൾ സ്ഥിരമായി വിഷമത്തില്, ഭയം, കുറ്റബോധം, നിരാശ ഇവയിലാണ് കഴിയുന്നതെങ്കിൽ ശരീരം എങ്ങനെയായിരിക്കും? നമ്മുടെ ശരീരത്തിൽ വളരെയധികം സ്ട്രെസ് ഹോർമോൺസുകൾ ഉണ്ടാവുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ദുർബലമാവുകയും ചെയ്യും. അതുപോലെ പല ഹെൽത്ത് ഇഷ്യൂസും നമ്മളെ സ്വാധീനിക്കും. ആങ്സൈറ്റി, അതുപോലെ ഹെയർ ഫോള്, സ്ലീപ്പ് ഇഷ്യൂസ്, ഡിപ്രഷൻ തുടങ്ങിയ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത്രയും പ്രാധാന്യമാണ് ഈ ഇമോഷൻസിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. വികാരങ്ങൾ അഥവാ ഇമോഷൻസ് നമ്മുടെ എനർജി ഫ്ലോനെ തന്നെ തടയുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷനാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നമ്മുടെ എന്ത് ഇമോഷൻസ് ആണോ, ഏത് ഇമോഷൻസിലാണോ നിങ്ങളുള്ളത്, അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ. നിങ്ങൾ സ്ഥിരമായി നന്ദി, സ്നേഹം, സന്തോഷം എന്ന ഇമോഷൻസിലാണ് കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ എനർജി ഫീൽഡ് എങ്ങനെയായിരിക്കും? ഉയരും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വൈബ്രേഷൻ ലെവലും വളരെയധികം ഉയരും എന്നുള്ളതാണ്. യൂണിവേഴ്സ് അതിന് സമാനമായ അനുഭവങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞ ഒരു കോട്ട്സ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങളാകുന്നു, നിങ്ങൾ എന്ത് അനുഭവിക്കുന്നു അത് നിങ്ങൾ ആകർഷിക്കുന്നു എന്നതാണ് ആ കോട്ട്സ്. അതുപോലെ മടിയും ഇമോഷൻസും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ചില ആളുകൾ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് എന്നിലേക്ക് പണം വരാത്തത്, എന്നിൽ എന്തുകൊണ്ട് പണം നിലനിൽക്കുന്നില്ല? കാരണം മടി എന്നുള്ളത് ഒരു ഇമോഷണൽ എനർജിയാണ്. നിങ്ങൾ പണത്തെക്കുറിച്ച് ഭയം, കുറവ് അഥവാ സ്കാർസിറ്റി, കുറ്റബോധം ഇവയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ പണത്തിൻ്റെ എനർജി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചെറിയൊരു പ്രാക്ടീസ് നമ്മൾക്കിവിടെ പറയാം. ഇപ്പോൾ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയൊരു പ്രാക്ടീസാണ്. കണ്ണുകൾ അടയ്ക്കുക, ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈവച്ച് ചോദിക്കൂ, ഇപ്പോൾ ഞാൻ ഏത് ഇമോഷൻസിലാണ്? ആ ഇമോഷൻ മാറ്റാൻ ശ്രമിക്കേണ്ട, അത് അംഗീകരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക. ഏത് ഇമോഷൻസ് ആണോ ആ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക. ശേഷം മനസ്സിൽ പറയുക, ഞാൻ സുരക്ഷിതനാണ്, എൻ്റെ എനർജി ഇപ്പോൾ ശാന്തമാണ്. ഇതാണ് ഇമോഷണൽ ഹീലിംഗ് തുടങ്ങുന്ന നിമിഷം. നിങ്ങളുടെ ജീവിതം ചിന്തകളാലല്ല, ഇമോഷൻസ് ആണ് നിർമ്മിക്കുന്നത്. ഇമോഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ എനർജി ചേഞ്ച് ആവും. എനർജി ചേഞ്ച് ആവുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യൂ നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കമൻറ്റിൽ ഞാൻ എൻ്റെ എനർജി ഉയർത്താൻ തയ്യാറാണ് എന്ന് എഴുതുക. താങ്ക് യു.